Good morning students. കഴിഞ്ഞ ക്ലാസ് നമ്മൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെന്റ് ആണ് പഠിച്ചത്. അപ്പോൾ ഇനി നമുക്ക് ഈ ക്ലാസ്സിൽ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ നീഡ്സ് അല്ലെങ്കിൽ സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെന്റ് എന്ന് വെച്ചാൽ ഒരു മാനേജ്മെൻറ്റിൻ്റെ ആവശ്യകത എന്താണ് എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പഠിക്കുന്നത്. ഒരു കമ്പനിയുടെ ഒരു മാനേജ്മെൻറ്റ് ആവശ്യകത. ഫസ്റ്റ് നീഡ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞേക്കുന്നത് മാനേജ്മെൻറ്റ് ഹെൽപ്സ് ഇൻ അച്ചീവിങ് ഗ്രൂപ്പ് ഗോൾസ്. എന്താണ് ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് മാനേജ്മെൻറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് ഫസ്റ്റ് ഗോൾ പറഞ്ഞേക്കുന്നത്. Management tries to integrate the objectives of individuals along with the organization goals. മാനേജ്മെൻറ്റ് എന്തായിരിക്കും, ഓരോ വ്യക്തിക്കും കൊടുത്ത ടാർഗറ്റ് അല്ല, ഗ്രൂപ്പായിട്ട് എന്താണോ നമ്മൾ ടാർഗറ്റ് കൊടുത്തേക്കുന്നത് അത് ഹെൽപ്പ് എന്ത് ചെയ്യാൻ അച്ചീവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പിന്നെന്താ, മാനേജ്മെൻറ്റ് ഇൻക്രീസസ് എഫിഷ്യൻസി. കാരണം മാനേജ്മെൻറ്റ് എന്ത് ചെയ്യും, എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഹെൽപ്പ് ചെയ്യും. കാരണം മിനിമം റിസോഴ്സസ് യൂസ് ചെയ്ത് മിനിമം വേസ്റ്റേജ് ഉണ്ടാക്കി എന്ത് ചെയ്യണം, മാക്സിമം പ്രൊഡക്ഷൻ ഉണ്ടാക്കുക, അതായത് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കുക. മിനിമം വേജസിൽ മിനിമം റിസോഴ്സസ് യൂസ് ചെയ്ത് എന്താ, മാക്സിമൈസ് ദ പ്രൊഡക്റ്റ് ഔട്ട്പുട്ട്. അതാണ് മാനേജ്മെൻറ്റ് എന്ത് ചെയ്യുന്നത്. അതുവഴി എന്ത് ചെയ്യുക, മാനേജ്മെൻറ്റ് എഫിഷ്യൻസി എന്ത് ചെയ്യും, കൂട്ടും. മാനേജ്മെൻറ്റ് ട്രൈസ് ടു റെഡ്യൂസ് ദ കോസ്റ്റ് ആൻഡ് ഇംപ്രൂവ് പ്രൊഡക്ടിവിറ്റി വിത്ത് മിനിമം വേസ്റ്റേജ് ഓഫ് എന്താ, റിസോഴ്സസ്. മിനിമം വേസ്റ്റേജ് ഓഫ് റിസോഴ്സസ് എന്താ പറഞ്ഞിരിക്കുന്നത്, മാനേജ്മെൻറ്റ് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും, അതുവഴി കോസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, റെഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ മാനേജ്മെൻറ്റ് ഈ എഫിഷ്യൻസി ഇൻസിസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എഫിഷ്യൻസിയും എഫക്റ്റീവ്നെസ്സും വർക്കിൽ കൊണ്ടുവരുന്നത് മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് വഴിയാണ്. പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ്, സ്റ്റാഫിങ്, അങ്ങനെ ഡിസിപ്ലിൻ, അങ്ങനെയുള്ള മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് വഴിയാണ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യിക്കാനുണ്ടെങ്കിൽ മാക്സിമം എഫിഷ്യൻസി അല്ലെങ്കിൽ എഫക്റ്റീവ്നെസ് ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ. നെക്സ്റ്റ്, മാനേജ്മെൻറ്റ് ക്രിയേറ്റ്സ് എ ഡൈനാമിക് ഓർഗനൈസേഷൻ. മാനേജ്മെൻറ്റ് എന്താ ക്രിയേറ്റ് ചെയ്യുന്നത്, ഒരു ഡൈനാമിക് ഓർഗനൈസേഷൻ എന്ത് ചെയ്യുന്നു, ക്രിയേറ്റ് ചെയ്യുന്നു. എന്നുവെച്ചാൽ ആൻ ഓർഗനൈസേഷൻ ഓപ്പറേറ്റ്സ് ഇൻ എ കോൺസ്റ്റൻ്റ്ലി ചേഞ്ചിങ് എന്താ, എൻവയോൺമെൻറ്റ്. നമ്മുടെ എൻവയോൺമെൻറ്റ് ചേഞ്ച് ആകുന്നതിനനുസരിച്ച് മാനേജ്മെൻറ്റ് ഓപ്പറേഷൻസും എന്താകും, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. എന്ന് വെച്ചാൽ അതിനും എന്ത് ചെയ്യും, ചേഞ്ചസ് ഉണ്ടാക്കുകയും ചെയ്യും. എഫക്റ്റീവ് മാനേജ്മെൻറ്റ് റെഡ്യൂസസ് എംപ്ലോയീസ് റെസിസ്റ്റൻസ് ടു ചേഞ്ചസ് ഇൻ ദി ഓർഗനൈസേഷൻ. എന്താ പറഞ്ഞിരിക്കുന്നത്, ഒരു എഫക്റ്റീവ് മാനേജ്മെൻറ്റ് എന്താ, എംപ്ലോയീസിനെ കുറയ്ക്കുന്നത് എന്ത് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്, കുറയ്ക്കില്ല. എന്തായിരിക്കും കൂടുതൽ അവർ ചെയ്യുന്നത്, അവരുടെ ഓർഗനൈസേഷനിൽ എന്താ മാറ്റങ്ങൾ വരുത്തുക. ഒന്നുകിൽ എംപ്ലോയീസിനെ കുറച്ച് എന്ത് ചെയ്യുക, ഓർഗനൈസേഷനിൽ മാറ്റങ്ങൾ വരുത്തുകയാണ് ചെയ്യുന്നത്. എ മാനേജർ എ ടൈംലി ഡിറക്ഷൻ ക്യാൻ persuade employees to accept and cooperate with changes by explaining its purpose and benefits in the future. പറഞ്ഞേക്കുന്ന ഒരു മാനേജ്മെൻറ്റ് എന്താ പറഞ്ഞേക്കുന്നത്, ടൈം ടു ടൈം അവരെ എന്ത് ചെയ്യും, ഡയറക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കും. എന്ന് വെച്ചാൽ എംപ്ലോയീസിനെ എന്താ അനുനയിപ്പിക്കുക ചെയ്യുന്നത്. അവരുടെ എന്ത് ചെയ്യണം, ഈ ചേഞ്ചസ് പുതിയ പുതിയ ടെക്നോളജീസ് വരുമ്പോൾ ആ ടെക്നോളജിക്ക് അനുസരിച്ച് എന്ത് ചെയ്യും, വർക്ക് ചെയ്യാനായിട്ട് എംപ്ലോയീസിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് കൊടുത്ത് അവരെ എന്ത് ചെയ്യുക, അതിലേക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കി അതിലേക്ക് എന്ത് ചെയ്യുക, പുതിയ പുതിയ ടെക്നോളജി അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, അവരെ പറഞ്ഞ് മനസ്സിലാക്കി അതിലേക്ക് അനുനയിപ്പിക്കുക എന്നാണ് മാനേജർ എന്ത് ചെയ്യുന്നത്. നെക്സ്റ്റ് അതാണ് ഇമ്പോർട്ടൻസ് ആണ്. മാനേജ്മെൻറ്റ് ഹെൽപ്സ് ഇൻ അച്ചീവിങ് പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ്. പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ് എന്ത് ചെയ്യുന്നു, അച്ചീവ് ചെയ്യാനായിട്ട് മാനേജ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യുന്നു. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു പുതിയ ടെക്നോളജി വന്നാൽ ആ പുതിയ ടെക്നോളജിയിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ചില എംപ്ലോയീസിന് അറിവുണ്ടാവില്ല. അപ്പോൾ അവരെ എന്ത് ചെയ്യും, മോട്ടിവേറ്റ് ചെയ്ത് കൺട്രോൾ ചെയ്ത് അവർക്ക് പേഴ്സണൽ ട്രെയിനിങ് ഒക്കെ കൊടുത്ത് മാനേജ്മെൻറ്റ് എന്ത് ചെയ്യും, അവരെ അതിന് വേണ്ടിയിട്ട് എന്താക്കും, ട്രെയിൻ ചെയ്ത് റെഡിയാക്കിയെടുക്കും. അതാണ് ത്രൂ മോട്ടിവേഷൻ ആൻഡ് ലീഡർഷിപ്പ് മാനേജ്മെൻറ്റ് ഹെൽപ്സ് ദ ഇൻഡിവിജ്വൽസ് ടു അച്ചീവ് ദെയർ പേഴ്സണൽ ഗോൾസ് വൈൽ വർക്കിംഗ് ടുവേർഡ്സ് എന്താ, ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സ്. അങ്ങനെ അവരുടെ ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സിനനുസരിച്ച് വർക്ക് ചെയ്യാനായിട്ട് എന്ത് ചെയ്യും, മാനേജ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് നീഡാണ് മാനേജ്മെൻറ്റ് ഹെൽപ്സ് ഇൻ ഡെവലപ്മെൻറ്റ് ഓഫ് സൊസൈറ്റി. അല്ലേ, ഒരു മാനേജ്മെൻറ്റ് എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നു, നമ്മുടെ സൊസൈറ്റിക്ക് എന്ത് ചെയ്യാൻ, ഡെവലപ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ എന്തൊക്കെയായിരുന്നു ഇമ്പോർട്ടൻസ്, മാനേജ്മെൻറ്റ് ഹെൽപ്സ് ഇൻ അച്ചീവിങ് ഗ്രൂപ്പ് ഗോൾസ്. മാനേജ്മെൻറ്റ് എന്ത് ചെയ്യും, എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യും, അതുവഴി എന്ത് ചെയ്യുന്നു, ഒരു ഡൈനാമിക് ഓർഗനൈസേഷൻ ക്രിയേറ്റ് ചെയ്യും, പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെന്താ, ഡെവലപ്മെൻറ്റ് ഓഫ് സൊസൈറ്റി ഹെൽപ്സ് ഇൻ ഡെവലപ്മെൻറ്റ് ഓഫ് ദ സൊസൈറ്റി. മാനേജ്മെൻറ്റ് എന്തിന് ഹെൽപ്പ് ചെയ്യും, നമ്മുടെ സൊസൈറ്റിക്ക് ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കുകയും ചെയ്യുന്നു. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ലെവൽസ് ഓഫ് മാനേജ്മെൻ്റ് ആണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് എല്ലാ വർഷവും എക്സാമിന് ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് എന്തൊക്കെയാണെന്നുള്ളത്. നമ്മുടെ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മളൊരു പിരമിഡൽ ഷേപ്പിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മാനേജ്മെൻറ്റ് ഉണ്ടാകുന്നത്. അതായത് പിരമിഡിക്കൽ ഷേപ്പിൽ നമുക്ക് ടോപ്പ് ലെവൽ മാനേജ്മെൻ്റ് ഉണ്ട്, മിഡിൽ ലെവലുണ്ട്, ടോപ്പ് ലെവൽ മാനേജ്മെൻ്റ് ഉണ്ട്, മിഡിൽ ലെവൽ മാനേജ്മെൻ്റ് ഉണ്ട്,
ലോ ലെവൽ മാനേജ്മെൻറ്റ്. ഓക്കെ, ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് മീൻസ്, അതായത് നമ്മുടെ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൽ ഏറ്റവും ടോപ്പ് ലെവലിലുള്ളത് നമ്മുടെ CEO ആയിരിക്കും. എന്തായിരിക്കും? CEO, മാനേജർ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെ തന്നെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിരിക്കും ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൽ ഉള്ളത്. അപ്പോൾ CEOയിലുള്ളത്, അതായത് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിലുള്ളത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, പ്രസിഡന്റ്, ചെയർമാൻ, മാനേജിംഗ് ഡയറക്ടർ, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ, വൈസ് പ്രസിഡന്റ്, ജനറൽ മാനേജർ ആൻഡ് അതർ സീനിയർ എക്സിക്യൂട്ടീവ്. അപ്പോൾ എന്താണ് പറയുന്നത്? ടോപ്പ് ലെവൽ മാനേജ്മെന്റ് കൺസിസ്റ്റ് ചെയ്തിരിക്കുന്നത് സീനിയർ മോസ്റ്റ് എക്സിക്യൂട്ടീവ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ്റെ സീനിയർ മോസ്റ്റ് എക്സിക്യൂട്ടീവിനെ കൊണ്ടായിരിക്കും ടോപ്പ് ലെവൽ മാനേജ്മെന്റ് എന്ത് ചെയ്യുന്നത്? കൺസിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആ ടോപ്പ് ലെവൽ മാനേജ്മെന്റ് എന്തൊക്കെയായിരിക്കും? ആരൊക്കെ ഉണ്ടാകാം? ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഉണ്ടാകാം, പ്രസിഡന്റ് ഉണ്ടാകാം, ചെയർമാൻ ഉണ്ട്, പിന്നെന്താ പറഞ്ഞേക്കുന്നത്, മാനേജിംഗ് ഡയറക്ടർ ഉണ്ട്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ട്, ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസേഴ്സ് ഉണ്ട്, വൈസ് പ്രസിഡന്റ് ഉണ്ട്, ജനറൽ മാനേജർ ഉണ്ട്, അത് സീനിയർ എക്സിക്യൂട്ടീവ്സ് ഉണ്ട്. Level of management is responsible for framing business policies and take major decisions. അപ്പോൾ ഈ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് എന്തിനായിരിക്കും അവർ റെസ്പോൺസിബിൾ? നമ്മുടെ പുതിയ ബിസിനസ് നയങ്ങൾ രൂപീകരിക്കാനും അതിന് വേണ്ട ഡിസിഷൻസ് എടുക്കാം, മേജർ ഡിസിഷൻസ് ഒക്കെ എടുക്കുന്ന ആരായിരിക്കും? ടോപ്പ് ലെവൽ മാനേജ്മെൻ്റ് ആയിരിക്കും മേജർ ഡിസിഷൻസ് ഒക്കെ എന്ത് ചെയ്യുന്നത്? എടുക്കുന്നത്. ഇപ്പോൾ ഒരാളെ പിരിച്ചുവിടണമെങ്കിൽ അത് ടോപ്പ് ലെവൽ മാനേജ്മെൻ്റ് ആയിരിക്കും എന്ത് ചെയ്യുക? തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. എക്സാമ്പിൾ, പിന്നെ ഇതിൻ്റെ ഫങ്ഷൻസ് ആണ്. ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ടു ഫോർമുലേറ്റ് ഓവറോൾ ഓർഗനൈസേഷൻ ഗോൾസ് ആൻഡ് സ്ട്രാറ്റജീസ് ഫോർ ദെയർ അച്ചീവ്മെൻറ്റ്. നമുക്ക് ഒരു പ്രോഫിറ്റ് മോട്ടീവ് ഉണ്ടാക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു കമ്പനിക്ക് നേട്ടം ഉണ്ടാക്കണമെങ്കിൽ അവരെന്തൊക്കെ രൂപീകരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത്? ഓവറോൾ ഓർഗനൈസേഷൻ ഗോൾസ് എന്ത് ചെയ്യണം? രൂപീകരിക്കണം. ആൻഡ് സ്ട്രാറ്റജീസ് ഫോർ ദെയർ അച്ചീവ്മെൻറ്റ്. ആ നേട്ടങ്ങൾക്ക് എന്തൊക്കെ സ്ട്രാറ്റജീസാണ് കൊണ്ടുവരേണ്ടതെന്ന് തീരുമാനിക്കുന്ന ആരായിരിക്കും? ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ആയിരിക്കും. ടു ഫ്രെയിം പ്ലാൻസ് ആൻഡ് പോളിസീസ് ടു അച്ചീവ് സെറ്റ് ഒബ്ജക്റ്റീവ്. അവരായിരിക്കും എന്ത് ചെയ്യുന്നത്? എന്ത് ഫ്രെയിം ചെയ്യുന്നത്? പദ്ധതികളും നയങ്ങളും എന്ത് ചെയ്തിരിക്കുന്നത്? രൂപീകരിക്കുന്നത്. ഈ ഒബ്ജക്റ്റീവ്സ് ഒക്കെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഏതൊക്കെ ഒബ്ജക്റ്റീവ്സാണ്? പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ്, ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവും സോഷ്യൽ ഒബ്ജക്റ്റീവും അച്ചീവ് ചെയ്യാനുള്ള ഫ്രെയിംസ് കൊണ്ടുവരുന്നത് ആരായിരിക്കും? ആ ഫ്രെയിം കൊണ്ടുവരാനുള്ള പ്ലാൻസും ഡിസിഷൻസും എടുക്കുന്നത് ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ആയിരിക്കും. ടു കോർഡിനേറ്റ് ദ ആക്ടിവിറ്റീസ് ഓഫ് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെന്റ്സ്. ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെന്റ്സിൻ്റെ ആക്ടിവിറ്റീസ് കോർഡിനേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. ടു അനലൈസ് ദ ബിസിനസ് എൻവയോൺമെന്റ് ആൻഡ് ഇറ്റ് ഇംപ്ലിക്കേഷൻസ് ഫോർ ദ സർവൈവൽ ഓഫ് ദി ഫേം. എന്താ പറഞ്ഞേക്കുന്നത്? നമ്മുടെ ഫേമിന് അല്ലെ അതിജീവിക്കാൻ വേണ്ട എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവരേണ്ടത്? ആ ബിസിനസ് എൻവയോൺമെന്റിനെ അനലൈസ് ചെയ്ത് അതിനെപ്പറ്റി പഠിച്ച് അതിന് എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ നമുക്ക് അച്ചീവ്മെന്റ് എടുക്കാം എന്നുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് ആരായിരിക്കും? ഈ മാനേജ്മെന്റ് ആയിരിക്കും എടുക്കുന്നത്. ടു അസംബിൾ ഓർ അറേഞ്ച് റിസോഴ്സസ് സച്ച് ആസ് മെൻ, മണി ആൻഡ് മെഷീൻ ടു അച്ചീവ് ദ ഡിസൈർഡ് ഗോൾസ്. എന്താ പറഞ്ഞേക്കുന്നത്? ഈ റിസോഴ്സസ് അറേഞ്ച് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതും ആരായിരിക്കും? ഈ ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ആയിരിക്കും. എന്ന് വെച്ചാൽ ടു അറേഞ്ച് റിസോഴ്സസ് സച്ച് ഏതൊക്കെ റിസോഴ്സസ്? മെന്ന്, മണി, മെഷീൻ അല്ലെ, ഇതുപോലുള്ള ഡിസൈർഡ് ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ട് അറേഞ്ച് ചെയ്യുന്നത് ആരായിരിക്കും? ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ആയിരിക്കും. ടു മെയിൻറ്റെയിൻ ലയാസൺ വിത്ത് ദ ഔട്ട്സൈഡ് ഗ്രൂപ്പ്സ്. എന്താ പറഞ്ഞേക്കുന്നത്? മറ്റ് പുറത്തുനിന്നുള്ള ആൾക്കാരുടെ എന്താ പറഞ്ഞേക്കുന്നത്? ചില ആൾക്കാരൊക്കെ എന്ത് ചെയ്യും? കമ്പനിയെ എന്ത് ചെയ്യുന്നു? അപകീർത്തിപ്പെടുത്താനൊക്കെ ശ്രമിക്കുമ്പോൾ അതിനെതിരെ നടപടികൾ എടുക്കാനും അതിനെതിരെ പ്രതികരിക്കുന്നതും ആരായിരിക്കും? ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ആയിരിക്കും. നെക്സ്റ്റ് സെക്കൻഡ് സെക്ഷനാണ് മിഡിൽ ലെവൽ മാനേജ്മെന്റ്. മിഡിൽ ലെവൽ മാനേജ്മെന്റിൽ ആരൊക്കെ ആയിരിക്കും ഉള്ളത്? പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ്, പിന്നെ സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ്, HR ഒക്കെ ഏതായിരിക്കും? ഈ മിഡിൽ ലെവൽ മാനേജ്മെന്റ്. ഫിനാൻസ് മാനേജർ, മാർക്കറ്റിംഗ് മാനേജർ, എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ്, പ്ലാൻ സൂപ്രണ്ട്, ഇതൊക്കെ എന്തായിട്ടായിരിക്കും? മിഡിൽ ലെവൽ മാനേജ്മെന്റ്. അപ്പോൾ ഇതിന് ഈ ടോപ്പ് ലെവൽ മാനേജ്മെന്റിന്റെയും ലോ ലെവൽ മാനേജ്മെന്റിന്റെയും ഒരു ലിങ്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും? മിഡിൽ ലെവൽ മാനേജ്മെന്റ് ആണ്. എന്ന് വെച്ചാൽ നമുക്ക് ലോ ലെവലിലുള്ള വർക്കേഴ്സിന് എന്തെങ്കിലും കംപ്ലൈന്റ് വന്നാൽ, എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ അത് ആരോടായിരിക്കും നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്? മിഡിൽ ലെവൽ മാനേജ്മെന്റ് ആയിരിക്കും. ആ മിഡിൽ ലെവൽ മാനേജ്മെന്റ് ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ആരുമായിട്ട് ചർച്ച ചെയ്യും? ടോപ്പ് ലെവൽ മാനേജ്മെന്റായിട്ട് ചർച്ച ചെയ്ത് എന്ത് ചെയ്യും? ആ പ്രോബ്ലംസ് എന്ത് ചെയ്യും? ചർച്ച ചെയ്ത് പരിഹരിക്കും. ഓക്കെ, അപ്പോൾ ഇറ്റ് ആക്ട്സ് ആസ് എ ലിങ്ക് ബിറ്റ്വീൻ ടോപ്പ് and lower level management. This level is subordinate to top and superior to operation of lower level management. ഇപ്പം ഞാൻ പറഞ്ഞ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് തന്നെയാണ്.
Their main task is to carry out the plans formulated by the ടോപ്പ് മാനേജേഴ്സ്. എന്താ പറഞ്ഞിരിക്കുന്നത്, ഈ പദ്ധതികളൊക്കെ രൂപീകരിക്കുന്നത് ആരായിരിക്കും? ഈ മിഡിൽ ലെവൽ മാനേജ്മെന്റ് ആകും. അത് നടപ്പിലാക്കാനുള്ള തീരുമാനം എടുക്കുന്നത് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ചെയ്യുന്നുള്ളൂ. ആ പദ്ധതികൾ രൂപീകരിച്ച് നടപ്പിലാക്കി കഴിഞ്ഞാൽ, അത് സാങ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് ചെയ്യിക്കുന്ന ജോലിയാണ് മിഡിൽ ലെവൽ മാനേജ്മെന്റിന് ലോവർ ലെവൽ മാനേജ്മെന്റിനോട് ഉള്ളത്. അപ്പോൾ ഇതിന് കുറേ ഫങ്ഷൻസ്, മിഡിൽ ലെവൽ മാനേജ്മെന്റ് ഫങ്ഷൻസ് എന്താണെന്ന് വെച്ചാൽ, ഇറ്റ് ഇന്റർപ്രറ്റ് ദ പോളിസീസ് ഫ്രെയിംഡ് ബൈ എന്താ ടോപ്പ് മാനേജ്മെന്റ്. എന്താ പറഞ്ഞേക്കുന്നത്, ഈ നയങ്ങളൊക്കെ എന്ത് ചെയ്യുക? ഈ ടോപ്പ് ലെവൽ മാനേജ്മെന്റിനെ അറിയിക്കുക എന്നുള്ളതാണ് മിഡിൽ ലെവൽ മാനേജ്മെന്റ് ഒരു ഫംഗ്ഷൻ. ടു എൻഷുർ ദാറ്റ് ദർ ഡിപ്പാർട്ട്മെന്റ് ഹാസ് ദ നെസസറി പേഴ്സണൽ ഓർ എന്താ വർക്കേഴ്സ്. എന്താ പറഞ്ഞേക്കുന്നത്, ആവശ്യമെങ്കിൽ എന്താ പറഞ്ഞേക്കുന്നത്, അവരെ എന്ത് ചെയ്യുക? മോട്ടിവേറ്റ് ചെയ്യാനും ആർക്കുള്ള അധികാരമുണ്ട്? ഈ മിഡിൽ ലെവൽ മാനേജ്മെന്റിന് അധികാരമുണ്ട്, വർക്കേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്യാനും. To assign duties and responsibility to the workers in their department. അവരവരുടെ ഡിപ്പാർട്ട്മെന്റ്, ഇപ്പം മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആണ്, മാർക്കറ്റിംഗ് മാനേജർ ആണെങ്കിൽ അവരുടെ ഡിപ്പാർട്ട്മെന്റിലുള്ള എന്ത് ചെയ്യുന്ന വർക്കേഴ്സിനെ, ഇപ്പോൾ സൂപ്പർവൈസേഴ്സ് ആയാലും അവരുടെ വർക്കേഴ്സിനുള്ള ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും കൊടുക്കുന്നത് ആരായിരിക്കും? ഈ മിഡിൽ ലെവൽ മാനേജ്മെന്റ് ആയിരിക്കും. ടു മോട്ടിവേറ്റ് പേഴ്സണൽ ഇൻ ദർ ഡിപ്പാർട്ട്മെന്റ് ടു അച്ചീവ് ദ ഡിസൈർഡ് ഒബ്ജക്റ്റീവ്. എന്താ പറയുന്നത്, അവരുടെ ഡിപ്പാർട്ട്മെന്റിന് മോട്ടിവേഷൻ കൊടുത്ത് അവർക്ക് എന്തെങ്കിലും പ്രോഫിറ്റ് ഉണ്ടാക്കി അച്ചീവ്മെന്റ് ഉണ്ടാക്കി എടുക്കാൻ ഹെൽപ്പ് ചെയ്യുക എന്നതും എന്താ ഈ മിഡിൽ ലെവൽ മാനേജ്മെന്റ് ഒരു ഫംഗ്ഷനാണ്. ടു കോപ്പറേറ്റ് വിത്ത് അതർ ഡിപ്പാർട്ട്മെന്റ്സ് ഫോർ സ്മൂത്ത് ഫംഗ്ഷനിങ് ഓഫ് ദി ഓർഗനൈസേഷൻ. എന്താ പറഞ്ഞേക്കുന്നത്, മറ്റുള്ള ഡിപ്പാർട്ട്മെന്റുമായിട്ട് ഒത്തുചേർന്ന് എന്ത് ചെയ്യുക? ഒരു സ്മൂത്ത് ഫംഗ്ഷനിങ് ഓർഗനൈസേഷൻ വഴി എന്ത് ചെയ്യുക? ഗോൾസ് അച്ചീവ് ചെയ്യാനും എന്ത് ചെയ്യുന്നു? മിഡിൽ ലെവൽ മാനേജ്മെന്റ് ഹെൽപ്പ് ചെയ്യുന്നു. സൂപ്പർവൈസറി ഓർ ഓപ്പറേറ്റീവ് മാനേജ്മെന്റ്, അതാണ് ലോ ലെവൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. എന്തായിരിക്കും? സൂപ്പർവൈസറി അല്ലെങ്കിൽ എന്താ ഓപ്പറേറ്റീവ് മാനേജ്മെന്റ്. ഫോർമൻ, സൂപ്രണ്ട്, സെക്ഷൻ ഓഫീസേഴ്സ്, ഇൻസ്പെക്ടേഴ്സ്, ഇതൊക്കെ ആരായിരിക്കും? ഏത് ലെവൽ മാനേജ്മെന്റ് വരുന്നത്? ലോ ലെവൽ മാനേജ്മെന്റിൽ വരുന്നതാണ്. ഇറ്റ് ഈസ് ദ ലോവസ്റ്റ് ലെവൽ ഇൻ ദ ഹയറാർക്കി ഓഫ് ദി മാനേജ്മെന്റ്. അപ്പോൾ നമ്മുടെ ഈ ശൃംഖലയിൽ, മാനേജ്മെന്റ് ശൃംഖലയിലെ ഏറ്റവും താഴെ ഉള്ള മാനേജ്മെന്റ് ആണ് ലോവൽ ലെവൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഈ ഓഫീസേഴ്സും ഇൻസ്പെക്ടേഴ്സും സൂപ്രണ്ടും ഫോർമാനും സൂപ്പർവൈസേഴ്സും ഒക്കെ ഏത് ലെവൽ മാനേജ്മെന്റ് ആയിരിക്കും? ലോ ലെവൽ മാനേജ്മെന്റിലായിരിക്കും. The authority and responsibility of this level is limited. ഈ ലോ ലെവൽ മാനേജ്മെന്റിൽ അവർക്കൊരു ലിമിറ്റഡ് എന്താ റെസ്പോൺസിബിലിറ്റീസും ഡ്യൂട്ടീസുമേ ഉണ്ടായിരിക്കുള്ളൂ. ദിസ് ലെവൽ പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ. ഇറ്റ് ഹാസ് ഡയറക്റ്റ് കോൺടാക്ട് വിത്ത് എന്താ വർക്കേഴ്സ്. ഇവർക്കായിരിക്കും, ഈ ലോ ലെവൽ മാനേജ്മെന്റിനായിരിക്കും, അതായത് വർക്കേഴ്സുമായിട്ട് എന്ത് ചെയ്യുന്നത്? ഡയറക്റ്റ് കോൺടാക്ട് ഉണ്ടാവുള്ളൂ. ഒരിക്കലും മിഡിൽ ലെവൽ മാനേജ്മെന്റിനോ ടോപ്പ് ലെവൽ മാനേജ്മെന്റിനോ വർക്കേഴ്സുമായിട്ട് എന്തുണ്ടാവില്ല? ഡയറക്റ്റ് കോൺടാക്ട് ഉണ്ടാവില്ല. ഈ ലോ ലെവൽ മാനേജ്മെന്റ് ആയിരിക്കും വർക്കേഴ്സിനെ കൺട്രോൾ ചെയ്യുകയും അവരെ കൊണ്ട് വർക്ക് ചെയ്യിക്കുകയും ചെയ്യുന്നത് ആരായിരിക്കും? ഈ ലോ ലെവൽ മാനേജ്മെന്റ് ആയിരിക്കും. This level plays a very important role. It has direct contact with the workers. ഈ ലെവൽ മാനേജ്മെന്റിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ടു ഇഷ്യൂ ഓർഡേഴ്സ് ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ഓഫ് ദ മിഡിൽ മാനേജ്മെന്റ് ടു എന്താ വർക്കേഴ്സ്. എന്താ പറഞ്ഞേക്കുന്നത്? ഓർഡർ കൊടുക്കുക, അവർക്ക് വേണ്ടി ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക, അവരെ കൊണ്ട് ജോലി ചെയ്യിക്കുക എന്ന എന്താ ഒരു ഫംഗ്ഷനാണ് ലോ ലെവൽ മാനേജ്മെന്റ് ചെയ്യുന്നത്. ടു പ്ലാൻ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ആൻഡ് അസൈൻ ടാസ്ക് എന്താ വർക്കേഴ്സ്. എന്താ പറഞ്ഞേക്കുന്നത്? അവർക്ക് ഓരോ ദിവസം ഓരോ ആക്ടിവിറ്റീസ് ഉണ്ടാവും. എന്ന് വെച്ചാൽ അവർ ഓരോ ദിവസം ചെയ്യേണ്ട ജോലികൾ എന്തൊക്കെയാണോ അതൊക്കെ എന്ത് ചെയ്യുക? പറഞ്ഞു കൊടുത്ത് അവരെ കൊണ്ട് ചെയ്യിക്കുക എന്നതാണ് എന്താ ഈ ലോ ലെവൽ മാനേജ്മെന്റ് ചെയ്യുന്നത്. ടു എൻഷുർ സേഫ്റ്റി ആൻഡ് മെയിൻറ്റെയിൻ ഗുഡ് വർക്കിംഗ് കണ്ടീഷൻസ്. ഈ ലോ ലെവൽ മാനേജ്മെന്റ് ആണ് നോക്കേണ്ടത് വർക്കേഴ്സിന് ഗുഡ് വർക്കിംഗ് കണ്ടീഷൻസ് ആണോ, അവർക്ക് എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും വർക്കിംഗ് കണ്ടീഷൻസ് ഇംപ്രൂവ് ചെയ്യേണ്ടതുണ്ടോ, അവർക്ക് സേഫായിട്ടാണോ അവർ വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ ചെക്ക് ചെയ്യേണ്ട അധികാരം ആർക്കായിരിക്കും? ഈ ലോ ലെവൽ മാനേജ്മെന്റ് ആയിരിക്കും. ടു എൻഷുർ സേഫ്റ്റി ആൻഡ് മെയിൻറ്റെയിൻ ഗുഡ് വർക്കിംഗ് കണ്ടീഷൻസ്. ടു പ്രിവെന്റ് വേസ്റ്റേജ് ആൻഡ് മിസ്യൂസ് ഓഫ് റോ മെറ്റീരിയൽസ്, ടൂൾസ് എക്സെട്ര. എന്തിന് അവർ ശ്രദ്ധിക്കുകയും ചെയ്യണം? വർക്കേഴ്സിനെ കൊണ്ട് ജോലി ചെയ്യിച്ചാൽ മാത്രം പോരാ, എന്താ മിനിമം റിസോഴ്സസ് ആണോ അവർ, റിസോഴ്സസ് ഒന്നും വേസ്റ്റ് ചെയ്യാതെ മിനിമം റിസോഴ്സസിലാണോ അവർ, ടൂൾസ് ഒക്കെ നശിപ്പിക്കാതെയാണോ ഇവരെന്ത് ചെയ്യുന്നത്? വർക്ക് ചെയ്യുന്നത് എന്ന് എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം. ടു റെപ്രസെന്റ് വർക്കേഴ്സ് ഗ്രീവൻസസ് ബിഫോർ എന്താ മാനേജ്മെന്റ്. വർക്കേഴ്സിനെ അല്ലാതെ മാനേജ്മെന്റിന് ശേഷം വർക്കേഴ്സിനെ കൺട്രോൾ ചെയ്യുന്നത് ആരായിരിക്കും? ഈ ലോ ലെവൽ മാനേജ്മെന്റ് ആയിരിക്കും. അവർക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യേണ്ടതും ആരായിരിക്കും? ലോ ലെവൽ മാനേജ്മെന്റ് ആയിരിക്കും. ടു എൻഷുർ ക്വാളിറ്റി ഓഫ് ഔട്ട്പുട്ട്. അങ്ങനെയെങ്കിൽ മാത്രമേ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂ. കാരണം ഇവരെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യിച്ച് കൊണ്ടുവന്നെങ്കിൽ മാത്രമേ, അത് ലോ ലെവൽ മാനേജ്മെന്റ് കടമയാണ്. എന്ത് ചെയ്യുക? അവരെ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുക? കറക്റ്റ് ടൈമിൽ അവർ വർക്കിന് വരുന്നുണ്ടോ ചെക്ക് ചെയ്യുക. എന്നിട്ട് കറക്റ്റായിട്ടാണ് വർക്ക് ചെയ്യുന്നത് എന്ന് നോക്കിയിട്ട് മിനിമം റിസോഴ്സസ് ആണ് യൂസ് ചെയ്യുന്നത്, ടൂൾസ് മിനിമം നല്ല രീതിയിലാണോ യൂസ് ചെയ്യുന്നത് എന്നൊക്കെ ചെക്ക് ചെയ്ത് മാക്സിമം ഔട്ട്പുട്ട് ഉണ്ടാക്കി എടുക്കേണ്ടത് ആരുടെ കടമയാണ്? ലോ ലെവൽ മാനേജ്മെന്റ് ആണ്. ടു മെയിൻറ്റെയിൻ ഡിസിപ്ലിൻ എമംഗ് വർക്കേഴ്സ്.
വർക്കേഴ്സ്. വർക്കേഴ്സിൻ്റെ ഇടയിൽ എന്തുണ്ടാക്കിയെടുക്കുക, ഡിസിപ്ലിൻ ഉണ്ടാക്കിയെടുക്കേണ്ടതും ആരുടെ കടമയാണ്? ലോ ലെവൽ മാനേജ്മെൻറ്റിൻ്റെ കടമയാണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ എല്ലാ വർഷവും എക്സാമിന് ചോദിക്കാറുള്ളതാണ്. അതുകൊണ്ട് എല്ലാവരും ഇത് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക.